ഹലോ എവരിവൺ. നമ്മുടെ അഗതിയിൽ കടലാക്രമണം കാരണം കടൽ കരയെ എടുത്തിരിക്കുകയാണ്. എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണം? കള്ളക്കടലാണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. സാധാരണ രീതിയിൽ വേലിയേറ്റം സംഭവിക്കുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗുരുത്വാകർഷണ ഫലമായിട്ടോ ആണ്. എന്നാൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിത വേലിയേറ്റമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം. ഇതുകൊണ്ടാണ് പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കരയിലേക്ക് മഴയോ കാറ്റോ ഇല്ലാതെ തന്നെ തിര ഉയർന്നു പൊങ്ങുന്നത്. അപ്രതീക്ഷിതമായി തിരകൾ പൊങ്ങി തീരത്തെ കവർന്നെടുക്കുന്ന ഈ പ്രതിഭാസത്തെയാണ് കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. കനത്ത ചൂട് തന്നെയാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ആഗോള താപനം തന്നെയാണ് ചൂട് കൂടാൻ കാരണം. എന്നാലും നമ്മളെ കൊണ്ടാവാവുന്നത് നമുക്കും ചെയ്യാവുന്നതാണ്. മരങ്ങൾ വച്ചു പിടിപ്പിക്കുക, കോൺക്രീറ്റ് കൂനകൾക്ക് പകരം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിക്കുക. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഈ മണ്ണിനെ ഇങ്ങനെ തന്നെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. കര കര കലങ്ങുന്നത് തടയാൻ നമ്മുടെ അവിടെ അവൈലബിലിറ്റി ആയിട്ടുള്ള നമ്മുടെ ലോക്കലായിട്ടുള്ള ചെറുതാലം അതുപോലെ വേറെ കുറേ ചെടികളൊക്കെ വച്ചു പിടിപ്പിക്കുന്നതാണ്. അല്ലാതെ ഭരണകൂടം എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്ര വരെ വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ നാടായിരിക്കും നശിച്ചു പോകുന്നത്.